ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴ തോരും മുമ്പ് എന്ന സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന നമ്മുടെ കൃഷ്ണജ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വൈജയന്തിയുടെ മകളാണ് അലീന എന്നുള്ള സത്യം കൃഷ്ണജ അറിഞ്ഞിരിക്കുകയാണ്. ബാലചന്ദ്രൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം സംസാരിച്ച് കഴിഞ്ഞ് ഒരുപാട് വിഷമത്തോടു കൂടി ബാലചന്ദ്രനും കൃഷ്ണജയും കൂടെ റൂമിലോട്ട് വരികയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, മോളൊന്ന് മുഖമൊക്കെ കഴുകി ഫ്രഷായിട്ട് ഒരുപാട് കരഞ്ഞല്ലേ എന്ന് പറയുകയാണ്. അങ്ങനെ കൃഷ്ണജ എന്നും മുഖമൊക്കെ കഴുകിയിട്ട് വരിക. എന്നിട്ട് നേരെ അലീന അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ അലീന നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ് അവിടെ. അപ്പോൾ എന്നിട്ട് അലീനയെ നോക്കി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ നടന്ന സംഭവങ്ങളും അപ്പോൾ അലീനയെ താനുമായിട്ട് സംസാരിക്കുന്നതും ചിരിക്കുന്നതും അലീന ആശുപത്രി ആയപ്പോൾ കൃഷ്ണജ വന്നിരിക്കുന്നതും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓർത്ത് ഒരുപാട് കരയുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ അപ്പുറത്തിരുന്ന് അതൊക്കെ കാണുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ആംഗ്യം കാണിക്കുകയാണ്, അലീന ഉണരും, നീ ഇങ്ങോട്ട് വന്ന് കിടക്കെന്ന് പറയുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കൃഷ്ണജ വന്ന് കിടക്കുകയാണ്. അപ്പോൾ അലീനെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ തൻ്റെ ചേച്ചിയാണ്, തൻ്റെ സ്വന്തം സഹോദരിയാണ് എന്നുള്ള സത്യം കൃഷ്ണജ അറിഞ്ഞ് സ്നേഹത്തോടു കൂടി അലീനയോടൊപ്പം കിടക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ആയിരിക്കുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ എണീറ്റ് അവിടെ റിസോർട്ടിലെ ഗാർഡനിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. എന്നിട്ട് ഫോൺ പതുക്കെ സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. അപ്പോൾ ഒരുപാട് കോൾസൊക്കെ വന്നു പോയിട്ടുണ്ട്. എന്നിട്ട് അപ്പോൾ അതിൽ നിന്ന് മനുവിൻ്റെ നമ്പർ എടുത്തിട്ട് ബാലചന്ദ്രൻ വിളിക്കുകയാണ്. അപ്പോൾ മനു സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. അങ്ങനെ ഫോണിൻ്റെ ബെല്ലിട്ട് എണീക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ എന്ന് കാണുന്നത് ഞെട്ടി എണീക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ കോൾ എടുക്കുകയാണ്. ഹലോ അങ്കിൾ, ഇത് എവിടെയാണ്? ഒരു വിവരവും ഇല്ലല്ലോ അങ്കിൾ, ഇത് എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ കൃഷ്ണജ മോൾ അടുത്തില്ലേയും ചോദിക്കുകയാണ്. കൃഷ്ണജ എൻ്റെ ഒപ്പം ഉണ്ടും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ അലീനയും ചോദിക്കണം, അലീനയും എൻ്റെ ഒപ്പം ഉണ്ടെന്ന് പറയുകയാണ്. നിങ്ങൾ എവിടെയാണെന്ന് ഇപ്പോൾ ചോദിക്കുകയാണ്. ഞാനൊരു റിസോർട്ടിലാണ്. അങ്കിൾ എന്തൊക്കെ പരിപാടിയാണ് ഇവിടെ കാണിച്ചു കൂടെ? ഇവിടെ ആകെപ്പാടെ പ്രശ്നമല്ല, അങ്കിൾ എന്തിനാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതെന്നൊക്കെ ചോദിക്കുകയാണ്. എങ്കിലും ഫോണെങ്കിലും ഒന്ന് ഓണാക്കി വെച്ചുകൂടെയായിരുന്നു, എത്ര പ്രാവശ്യം വിളിച്ചെന്ന് ചോദിക്കുകയാണ്. ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ ഫോണല്ലേ, എപ്പോൾ ഓണാക്കണോ ഓഫ് ചെയ്യണോ എന്നൊക്കെ ഞാനല്ലേ തീരുമാനിക്കേണ്ടത് എന്നൊക്കെ ബാലചന്ദ്രൻ ചോദിക്കുകയാണ്. എന്തായാലും അങ്കിളെ ഇത് കുറച്ച് മോശമായിപ്പോയി എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇപ്പോൾ എവിടെയാണുള്ളത്? ഞാൻ ഒരു റിസോർട്ടിലുണ്ടെന്ന് പറയുകയാണ്. എവിടെയാണ് സ്ഥലം? ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയുകയാണ്. നീ ഇപ്പോൾ ഇങ്ങോട്ട് വരണ്ടെന്നൊക്കെ പറയണം. അങ്ങനെ മനു ഒരുപാട് നിർബന്ധിക്കുകയാണ്. അപ്പോൾ ഞാൻ വരാമെന്ന് പറയണം. എങ്കിൽ ശരി, നീ ആരെ അറിയിക്കാതെ വരുന്നെങ്കിൽ വന്നോ, ഞാൻ വാട്സാപ്പിൽ റൂട്ട് മാപ്പ് ഇട്ടേക്കാന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് കോൾ കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ നടന്ന് റൂമിലോട്ട് വരികയാണ്. അപ്പോൾ ചായ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ. ആ സമയത്ത് അലീന എണീറ്റ് വരികയാണ്. അപ്പോൾ അലീന ഇവിടെ ഇരിക്കുന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് അലീന അവിടെ ഇരിക്കാതെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇനി എന്താണ് അലീന അടുത്ത പ്ലാൻ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് സാറേ, ഇന്നലെ വരെ എൻ്റെ മനസ്സ് മൊത്തം ഒരു ഭാരം, ഇന്ന് എന്തോ ആ ഭാരം തോന്നുന്നില്ല. അപ്പോൾ സാറെല്ലാ കാര്യങ്ങളും അറിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു ആശ്വാസം പോലെ, സാറെന്ത് പ്രതികരിക്കുമെന്നുള്ള എനിക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ അലീന പറയുകയാണ്. ഞാൻ അവിടുത്തെ വൈജയന്തി മാഡത്തിൻ്റെ മകളാണെന്നുള്ള കാര്യം അറിയുമ്പോൾ എന്നോട് എങ്ങനെ പ്രതികരിക്കും, എന്നോട് ക്രൂരമായി പ്രതികരിക്കുമോ, എന്നെ അടിച്ചോട്ടിക്കുമോ എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ അത്രയും ക്രൂരനാണോ അലീന ചോദിക്കുകയാണ്. ഇത്രയും നാൾ എൻ്റെ കൂടെ ഇടപഴകിയില്ലേ, അങ്ങനെ എന്തെങ്കിലും നിന്നോട് പെരുമാറിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഞാനും ഒരു മനുഷ്യജീവി എന്നെന്ന് പറയുകയാണ്. ഞാൻ ഇതറിഞ്ഞിട്ട് ഏകദേശം ഒരു മാസത്തോളം ആയത്. നിന്നോട് എന്തെങ്കിലും ഒരു മോശമുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടോ, ഇതേപ്പറ്റി ചോദിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അതില്ല എന്ന് പറയുകയാണ് അലീന. എൻ്റെ 3 മക്കൾക്കുള്ള അതേ സ്ഥാനവും ബഹുമാനം തന്നെയായിരിക്കും നിനക്ക് ഇനി എൻ്റെ വീട്ടിൽ കിട്ടാൻ പോകുന്നതെന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. അപ്പോൾ അലീന കരഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കൃഷ്ണജ എണീക്കുകയാണ്. അപ്പോൾ കൃഷ്ണജ എണീറ്റ് നോക്കുമ്പോൾ അലീനയും അച്ഛനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവരുടെ ആ സംഭാഷണം എല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ച് അവരെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അലീന തിരിച്ച് റൂമിലോട്ട് വരികയാണ്. നീ എണീറ്റായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ചേച്ചി, എനിക്ക് ഇട്ട് മാറാനായിട്ട് ഉടുപ്പൊന്നും ഞാൻ എടുത്തില്ലായിരുന്നല്ലോ, ഡ്രസ്സ് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുക. അത് നീ ചോദിക്കണം എന്തിനാ, നീ എടുത്തുകൂടെ എന്ന് ചോദിക്കുകയാണ്. അല്ല ചേച്ചി എന്നെ എടുത്ത് തന്നാൽ മതിയെന്ന് പറയും. അങ്ങനെ അലീനയുടെ ഒരു ജോഡി ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കൃഷ്ണജ മോൾ കുളിക്കാനായിട്ടൊക്കെ പോവുകയാണ്. അത് കഴിഞ്ഞ് വൈജയന്തി ഇങ്ങനെ കടുത്ത നിരാശയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബാലചന്ദ്ര കൃഷ്ണജയായിട്ട് എവിടെയായിരിക്കും പോയിട്ടുള്ളത്, ഇനി അലീന അവരോടൊപ്പം കാണുമോ എന്നുള്ള ടെൻഷനിലെല്ലാം ഓരോന്നും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഫോണെടുത്ത് രാജീവിനെ വിളിക്കുകയാണ്. അപ്പോൾ രാജീവേട്ടാ, എനിക്കൊരു സമാനമില്ല, ബാലചന്ദ്രനും മോളൊന്നും ഇതുവരെ തിരിച്ചു വന്നില്ലല്ലോ, ഇത് എവിടെയായിരിക്കും എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നീ ഒന്ന് സമാനപ്പെടും, അവരിങ്ങോട്ട് വരുമെന്നൊക്കെ പറഞ്ഞു. നീ ആദ്യം അലീനയെ ഒന്ന് വിളിച്ച് നോക്കുക, അവൾക്ക് ഫോണൊന്നുമില്ല, അവൾ എവിടെ പോകാനാണ് സാധ്യത, എറണാകുളത്താണോ എന്നൊക്കെ രാജു ചോദിക്കുകയാണ്. എനിക്ക് അവിടെ ഊരും പേരും ഒന്നും അറിയില്ല, എവിടെയാണ് നാടകം ഒന്നും അറിയില്ല, ഇനി കഴക്കൂട്ടത്ത് പോയോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയാം. കഴക്കൂട്ടത്ത് അവിടെ അനാഥാലയമൊക്കെ അടച്ച് പൂട്ടിയില്ലേ, അപ്പോൾ അവിടെ പോകാൻ ചാൻസ് കുറവാണ്, മിക്കവാറും എറണാകുളത്ത് പോകാനായിരിക്കും ചാൻസ് ഉള്ളത്. ഇനി ബാലചന്ദ്രൻ അങ്ങോട്ട് വല്ലതും വിട്ടു എന്നുള്ളത് എനിക്കറിയില്ലെന്ന് രാജീവ് പറയുകയാണ്.
കേട്ട് വൈജയന്തി വളരെയധികം ടെൻഷൻ ആവുകയാണ്. അപ്പോൾ എന്നിട്ട് വൈജയന്തി പറയുകയാണ്, ഇനി ഒരു പക്ഷേ ബാലചന്ദ്രൻ അലീനയെ കൂട്ടി തിരിച്ച് ഇങ്ങോട്ട് വരുമോ എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ്റെ കൂടെ കാണും അലീനെ എന്നൊക്കെ സംസാരിക്കുകയാണ് വൈജയന്തി. അപ്പോൾ ഇങ്ങോട്ട് വരണമെങ്കിൽ അതിൻ്റെ മറുമരം നമുക്ക് ചെയ്യാം, നീ സമാധാനപ്പെട്ടിരിക്കുക. അതെങ്ങനെ സമാധാനപ്പെട്ടിരിക്കാനാണ്, നമ്മൾ വീണ്ടും തോക്കുകയല്ലേ രാജുവേട്ടൻ, എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ്. ഇനി അവരുടെ മുമ്പിൽ ഞാൻ എങ്ങനെ നിൽക്കാനാണ് എന്നുള്ള രീതിയിൽ വൈജയന്തി സംസാരിക്കുകയാണ്. അപ്പോൾ രാജീവ് വൈജയന്തി വഴക്ക് പറഞ്ഞു, നീ എന്തൊക്കെയാണ് ഈ കാടുകാർ ചിന്തിക്കുന്നത്, അങ്ങനെയൊന്നും സംഭവിക്കില്ല, നീ സമാധാനമായിട്ട് ഇരിക്കുക, നമുക്ക് എവിടെയാണ് എന്താണെന്നുള്ള ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് രാജീവും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, വൈജയന്തി പറഞ്ഞതിൽ കാര്യമുണ്ട്, ഇനി അലീനെ കൂട്ടി ഇങ്ങോട്ട് വരൂ എങ്കിൽ എൻ്റെ സഹോദരിക്ക് ആ വീട്ടിൽ എന്തായിരിക്കും അവളുടെ സ്ഥാനം എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ മനുശങ്കർ റിസോർട്ടിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്